നമുക്കറിയാം ഇപ്പം ലോകത്തൊരു വലിയൊരു അടുത്ത മൂന്നാം ലോക മഹായുദ്ധം ആ ഒരു തരത്തിലേക്ക് ലോകം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഓരോ നിയമങ്ങളാണ്. അദ്ദേഹം അധികാരത്തിലേറിയ അന്ന് മുതൽ പല രാജ്യങ്ങൾക്കും, അതായത് നമ്മുടെ ഇന്ത്യ അടക്കം ഒരുപാട് രാജ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള അവരെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള വിവിധ നയങ്ങളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ ഭീഷണി എന്ന് പറയുന്നത് ഇപ്പം ഇറാനെതിരായിട്ടാണ്. അപ്പം ഇറാൻ അവരുമായിട്ടൊരു കരാറിൽ, ആണവ കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു ബോംബാക്രമണം ഇറാനിൽ നടത്തുമെന്നാണ് ട്രംപ് ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. പക്ഷേ ആ ഭീഷണിക്ക് പിന്നാലെ ട്രംപിന് ഏറ്റവും വലിയൊരു പരാജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ട്രംപ് ഏറ്റവും കൂടുതൽ അടുത്ത് നിന്നിരുന്നത് റഷ്യ എന്ന രാജ്യത്തോടായിരുന്നു. ഇപ്പം ട്രംപ് അധികാരത്തിലേറെ അന്ന് മുതൽ പറയുന്നത് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിച്ച് ലോകത്ത് സമാധാനം കൊണ്ടുവരും എന്ന തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു. അപ്പം ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഇപ്പൊ യുക്രൈനെ പൂർണ്ണമായിട്ട് സെലൻസ്കിയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് പുട്ടിന്റെ കൂടെ ആയിരുന്നു ട്രംപ് കൂടുതലും നിലനിന്നിരുന്നത്. അപ്പം ഇപ്പൊ പുട്ടിന്റെ ഭാഗത്തു നിന്നും, അതായത് റഷ്യയിൽ നിന്ന് തന്നെ ഇപ്പോൾ ട്രംപിന് വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഇറാനെതിരെ ട്രംപ് ഭീഷണി മുഴക്കുമ്പോൾ അമേരിക്കക്കെതിരെയാണ് വീണ്ടും റഷ്യ ഭീഷണി മുഴക്കുന്നത്. കാരണം ഇറാനെ ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അമേരിക്ക പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുമെന്നാണ് റഷ്യ ഇപ്പൊ പറയുന്നത്. അതായത് പറഞ്ഞു വരുന്നത് ട്രംപ് എല്ലായിടത്തും നിന്ന് കളിക്കുന്നുണ്ട്, പുള്ളിയുടെ അധീനതയിലോട്ടെല്ലാം വരണം എന്നുള്ള രീതിക്ക്. അതുപോലെ തന്നെ അമേരിക്കയെ വെല്ലാൻ മറ്റൊരു രാജ്യവും വരരുതെന്നുള്ള ചില അഹങ്കാര രീതികൾ ട്രംപിനുണ്ട്. അത് തന്നെ ഇപ്പൊ യഥാർത്ഥത്തിൽ അമേരിക്കക്ക് തന്നെ വലിയൊരു തിരിച്ചടി ആയിരിക്കണം നമുക്ക്. അതെ,